പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണല്ലേ. അപ്പൊ നമുക്ക് മാങ്ങ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, പുഡിംഗ്. എന്താണ്? അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അല്ലേ. എന്തായാലും മാങ്ങ പുഡിംഗ്. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 500 ml പാല്, 2 പഴുത്ത മാങ്ങ, കുറച്ച് കോൺഫ്ലവർ. ഇത് ഞാൻ മാങ്ങ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ പീസാക്കി മുറിച്ചാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ ആവശ്യത്തിന് മധുരവും, ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മധുരങ്ങളെ സൗകര്യം പോലെ ഇടാം. മധുരം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ വെള്ളം കൂട്ടാതെ അടിച്ചെടുത്തതാണിത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇത് നല്ല നെയ്യുള്ള പാലാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ അതിലേക്ക് വെച്ച് അതിൽ ആ നെയ്യും അതിൻ്റെ പാടയിലാകാത്ത മോഡലിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യണം, കാരണം ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു പശ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അത് ഇല്ലാത്ത മോഡലിൽ നമ്മൾ കംപ്ലീറ്റ് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. ഇത് ഈ പാലിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചാണ്. ഞാൻ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് ബാക്കിയുള്ള പാൽ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നെയ്യും പാടൊക്കെ ഒന്ന് ഉരുകി കഴിഞ്ഞ ശേഷം ലൈറ്റ് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മിക്സ് ചെയ്ത ആ കോൺഫ്ലവറുള്ള പാൽ അതിലേക്ക് ഇടുക. നല്ല ഹൈ ചൂടിൽ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ കുമിളങ്ങനെ വരും, ബ്ലം 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 എന്നുള്ളൊരു ശബ്ദത്തിൽ ഇങ്ങനെ കുമിള വരും. അപ്പോൾ വീണ്ടും ഇളക്കുക. ഒന്ന് ടൈറ്റായി വരുന്നവരെ ഇളക്കിയ ശേഷം നമ്മുടെ ആ മാങ്ങൻ്റെ പൾപ്പ് അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ലോണമായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് അടുപ്പ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ ശരിക്കും കംപ്ലീറ്റ് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് കളർ മാറിയിട്ട് യെല്ലോ കളർ ആവുന്നത് വരെ നല്ലോണമായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇതിന് ഉത്തമം. അപ്പോൾ ഞാൻ മധുരം കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. മധുരം കുറച്ച് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് മധുരം ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കലാപരിപാടി. സ്വല്പം വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിക്കുന്നല്ല, ഒരു ഡ്രോപ്പ് മതി, അധികം വേണ്ട. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ കോൺഫ്ലവറിൻ്റെ ഒരു പച്ചപ്പമ ഉണ്ട്, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ഞാനത് 2 മോഡലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് മിക്സിയിൽ അടിക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേപോലെ ബൗളിലേക്ക് തന്നെ നേരിട്ടിട്ട് മാറ്റി വെച്ചിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് കറക്കുക. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഗാർലിക് പേസ്റ്റൊക്കെ ബ്രോസ്റ്റ് വാങ്ങുന്ന സമയത്ത് കിട്ടുന്നൊരു പാത്രമുണ്ട്, ബൗള്, ചെറിയൊരു ബൗള്. ഞാൻ ഒരു ബൗളിലേക്ക് ഞാനിത് നിറക്കാൻ പോകുന്നത്. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ചെറിയൊരു പാകത്തിനുള്ളതാണിത്. ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് നിറക്കുന്നുണ്ട്. എന്നിട്ടത് ഫ്രീസറിൽ വെക്കരുത്, സാധാരണ നമ്മുടെ താഴെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. അപ്പോൾ 2 പാത്രത്തിലേക്ക് ഉള്ളതുണ്ട്. അപ്പോൾ 2 അതും 2 ചെറുതും. അപ്പോൾ ഫ്രീസറിൻ്റെ താഴത്താണ് വെക്കുന്നത്. ഒരു 4 മണിക്കൂർ വെച്ചിട്ടാണ് ഇതെടുത്തുള്ളത്. ആ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ളത് ഞാൻ മിക്സിയിൽ അടിക്കാത്തതാണ്. ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ടുന്നാൽ മതി. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അപ്പം നല്ല പെർഫെക്റ്റ് ആയിക്കുന്നു. ഇനി ഇത് ഞാൻ ഇതേപോലെ മിക്സിയിൽ അടിക്കാത്ത സാധനമാണിത്. അപ്പോൾ രണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി 2 മോഡൽ ഉണ്ടാക്കിയതാണ്. അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല, കുറേ നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമുള്ളത്. ഇനി നമ്മുടെ ചെറിയ ബൗളുള്ളത് കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കിയവർക്ക് ഏറ്റവും ഇഷ്ടം. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഒറ്റ പീസായിട്ട് ഇങ്ങനെ കിട്ടും.
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല പെർഫെക്റ്റാണ്. ഇതൊക്കെ മിക്സിയിൽ അടിച്ച സാധനമാണ്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ അതിന് ഒരു സെൻറ്ററിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അത് സൗകര്യം പോലെ കട്ട് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മധുരം ഇല്ലെങ്കിൽ വേണേൽ ലാസ്റ്റ് ഇതുപോലെ മിക്സിയിലടിക്കുന്ന സമയത്തൊന്ന് മധുരം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫെക്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇപ്പം മാങ്ങാക്കാരാണല്ലോ. ഇതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇതൊരു ചൊരി പിടിച്ച പോലെ ഉണ്ട് മിക്സിയിലടിക്കാത്തത്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.